പാതിവില തട്ടിപ്പ് കേസ് പ്രതി കെൻ ആനന്ദകുമാറിന് അടിയന്തര ശസ്ത്രക്രിയ. ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. അതിനിടെ പാതിവില തട്ടിപ്പ് കേസിൽ കെൻ ആനന്ദകുമാറിനെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ആനന്ദകുമാറാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൂടുതൽ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം, ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ, ഇങ്ങനെ അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം എന്തായിരുന്നു സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ കെൻ ആനന്ദകുമാറിനെ അല്പസമയം മുൻപാണ് ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടതിനെ തുടർന്ന് ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഈ അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു. ചില പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടെത്തുകയും അതിനെ തുടർന്നൊരു ശസ്ത്രക്രിയ വേണ്ടിവരികയും ചെയ്തത്. ഇന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ നൽകിയത്. ആ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്, അതിനാൽ ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ച വാദം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പതിവില തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ല എന്നുകൂടി ആനന്ദകുമാർ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. താൻ ഈ ഒരു NGO അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമാണ് സാമ്പത്തിക ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടത്തിയത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ സായിഗ്രാമത്തിലേക്ക് മറ്റ് പല സുമനസ്സുകൾ നൽകിയ പണം മാത്രമാണ് അക്കൗണ്ടിലേക്ക് വന്നത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് പൈസ വന്നിട്ടില്ല എന്നുള്ളതൊക്കെയാണ് കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പക്ഷേ ആ വിഷയത്തിൽ കോടതി ഒരു നിലപാടെടുത്തില്ല. ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമാകും ആ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുക. അതിനിടയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. രജിത്ത്, ശരി, പണം വന്ന് ട്രസ്റ്റിലേക്കാണ്, തനിക്ക് ഈ തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെൻ ആനന്ദകുമാർ. അദ്ദേഹം ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനൊരു അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത്. ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടതിനെ തുടർന്നാണ് ഈ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. സലീം മാലിക് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്.